സർ, സദാനന്ദൻ മാസ്റ്ററെ രാജ്യസഭയിലേക്ക് അയച്ച BJP കേരളത്തിന് കൊടുക്കുന്ന പാഠം എന്താണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാഠം? ഈ സദാനന്ദൻ മാസ്റ്റർ ജീവിക്കുന്ന ഒരു ചരിത്രം. BJP ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ സിംഹത്തിനെ അതിൻ്റെ മടയിൽ തന്നെ ചെന്ന് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുകയാണ്. കണ്ണൂരുകാരനാണ് സദാനന്ദൻ മാസ്റ്റർ, അല്ലേ? അവിടെ തന്നെ ചെന്ന് ഇട്ടുകൊടുത്തു. ഈ ശത്രുവിനെ അവിടെ നിന്ന് വിളിച്ചിറക്കി പൊട്ടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, അതാണിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഈ സാമൂഹിക ശാസ്ത്ര അധ്യാപകനായ സദാനന്ദൻ മാസ്റ്റർ. സദാനന്ദൻ മാസ്റ്റർ എന്നൊക്കെ നമ്മളൊക്കെ കുറച്ചുപേരൊക്കെ ഉള്ളു പറയുന്നത്. ഗോവിന്ദൻ മാഷ് എന്ന് പറയും, അത് പിന്നീട് നമുക്ക് സംസാരിക്കാം, ഈ മാഷ് എങ്ങനെ വന്നേന്നുള്ളത്. പക്ഷെ മാസ്റ്റർ എന്ന് വിളിച്ചതിൽ ഭയങ്കരമായിട്ട് ഇടതുപക്ഷ സൈബർ ആക്രമണമുണ്ട് മാസ്റ്റർ എന്ന് വിളിച്ചതിൽ. അല്ല, ഈ വടക്കോട്ടെ അധ്യാപകരെയൊക്കെ തന്നെ മാഷെന്നുള്ളൊരു വിളിയാണ് വടക്കൻ കേരളത്തിലൊക്കെ. അത് പിന്നീട് മാസ്റ്റർ എന്നുള്ള രീതിയിലൊക്കെ ആകാറുണ്ട്. പിന്നെ ശൈലജ ടീച്ചർ എന്ന് വിളിച്ച് നടക്കുന്നത്, ടീച്ചറമ്മ. ഇവിടെ ഇപ്പോഴത്തെ എന്തോ കുഞ്ഞമ്മയോ, ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി അല്ലേ, കുഞ്ഞമ്മ, ഇങ്ങനെയൊക്കെയാണല്ലോ അവർക്ക് വിശേഷണം ഒരുപാട്. ഗോവിന്ദൻ മാസ്റ്ററുടെ എഡ്യൂക്കേഷൻ ലെവലും ഗോവിന്ദൻ മാസ്റ്ററല്ല, ഈ പറഞ്ഞ സദാനന്ദൻ മാസ്റ്ററുടെ എഡ്യൂക്കേഷൻ ലെവലും ഗോവിന്ദൻ മാഷിൻ്റെ എഡ്യൂക്കേഷൻ ലെവലും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തന്നെ അറിയാം. നമ്മുടെ MV ഗോവിന്ദൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഡ്രിൽ മാഷായിട്ട് ഡിപ്ലോമ എന്തോ ഉണ്ട്, 10th+ ഡിപ്ലോമയാണ്. വെറും 10ാം ക്ലാസ്സുകാരനാണ്. അത് ഏത് വഴി കൂടാണ് ഡ്രിൽ മാഷായെന്ന് പിന്നെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത്രയും പ്രഗത്ഭനായിട്ടുള്ള അറിവുള്ള ജ്ഞാനമുള്ള, അതായത് 10ാം ക്ലാസ്സും ഗുസ്തിയുമുള്ള ഗോവിന്ദനെ ഗോവിന്ദൻ മാഷ് എന്നാണ് സംബോധന ചെയ്യുന്നത്. മാഷ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ആയാലും ഇപ്പോഴും നമ്മൾ ഗോവിന്ദൻ മാഷ് എന്നല്ലേ പറയുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ, അവരുടെ ഓരോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് പോലും ഗോവിന്ദൻ മാസ്റ്റർ, MV ഗോവിന്ദൻ മാസ്റ്റർ എന്നാണ്. പക്ഷേ തിരിച്ച് ഇത്രത്തോളം അറിവും ജ്ഞാനവും അതുപോലെ തന്നെ പഠനത്തിലും അല്ലേ, ജ്ഞാനത്തിലും ഒക്കെ ഇത്ര അറിവുള്ള ആ വ്യക്തിയെ മാസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ തന്നെ ഇടതുപക്ഷ സൈബർ ആക്രമണം ഭയങ്കരമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ സാറ് മാസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് അതിലോട്ട് പോയതാ, ചർച്ച നമുക്ക് വേറെയാണ്. ഈ സദാനന്ദൻ മാസ്റ്റർ ഒരു ഇടതുപക്ഷ പശ്ചാത്തലമുള്ള കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. പിന്നെ 18 വയസ്സ് വരെ SFI പ്രവർത്തകൻ ആയിരുന്നു. പിന്നെ അച്ഛൻ കുഞ്ഞിരാമൻ നമ്പ്യാർ ഇടതുപക്ഷ അനുഭാവി, ജ്യേഷ്ഠ സഹോദരൻ CPM സജീവ പ്രവർത്തകനും ഒക്കെയാണ്. ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് സദാനന്ദൻ മാസ്റ്റർ അക്കിത്തത്തിൻ്റെ ഭാരത ദർശനം എന്ന കവിത വായിച്ചതിനെ തുടർന്നാണ് ആകെക്കൂടെ ചിന്താഗതിയിലൊക്കെ മാറ്റം സംഭവിച്ചത്. പക്ഷേ ഈ കാലുകൾ വെട്ടിയെറിഞ്ഞിട്ട് പോലും ഇദ്ദേഹം ഒരിക്കലും തളർന്നില്ല. പിന്നെ ഈ അധ്യാപക വൃത്തി തുടർന്നു. പാർട്ടിയിൽ തന്നെ സജീവ പ്രവർത്തകനായി നിന്നു. അതിൽ നിന്ന് തോൽക്കാനോ പിന്മാറാനോ തയ്യാറായില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി എത്തിച്ചിരിക്കുന്നത്. അതായത് CPM അനുഭവി മാത്രമല്ല, CPMൽ പ്രവർത്തി അല്ലെ SFIക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവായിരുന്നു. അതിനോട് ആ ഒരു കുടുംബ പാരമ്പര്യം തന്നെ CPM കുടുംബ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുടുംബ പാരമ്പര്യമാണ്. പക്ഷേ ഇദ്ദേഹം ഒന്ന് മാറി. അദ്ദേഹം ചില ആശയങ്ങളോട് യോജിച്ചു പോകാൻ പറ്റാത്തത് കൊണ്ട് ഒരു പക്ഷേ സംഘപരിവാറിൻ്റെ ആശയങ്ങളോട് കൂടുതൽ അഭേദ്യമായ ഒരു ബന്ധം. ശരിക്കും ഇതിനകത്ത് പഴയൊരു കഥ പറയുന്നത് CPM ഇദ്ദേഹത്തിന് സംഘപരിവാറിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു സ്പൈ വർക്കറായിട്ടാണ് അയച്ചത്. ഇതെന്താണ് നടത്തുന്നത് അന്നൊക്കെ കണ്ണൂരിൽ എന്താണ് നടത്തുന്നതെന്ന് അറിയാൻ വേണ്ടി സ്പൈ വർക്കറായിട്ടാണ് അയച്ചിരുന്നത്. പക്ഷെ സ്പൈ വർക്കിൽ പോയി അദ്ദേഹം സംഘപരിവാർ, അതായത് ഈ RSS ശാഖയിലൊക്കെ പോവുകയും ആദ്യമൊക്കെ കുറേയൊക്കെ കാര്യങ്ങൾ ഇദ്ദേഹം കൊടുത്തിരുന്നു, ഇവിടെ നിന്നുള്ള എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നതെന്നുള്ള കൊടുത്തിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഈ ശാഖ എന്താണെന്നും അല്ലെങ്കിൽ ഇവിടെ എന്താണ് പ്രവർത്തനം നടത്തുന്നതെന്നും എത്തരത്തിലുള്ള ആൾക്കാരെയാണ് ഇവിടെ വാർത്തെടുക്കുന്നതെന്നുള്ള മനസ്സിലായി. ആ ഒരു ആശയത്തോട് ഇഷ്ടം തോന്നി അദ്ദേഹം സംഘപരിവാറിലോട്ട് ആവുകയാണ്. അതിൻ്റെ ഒരു വൈരാഗ്യമാണ് അദ്ദേഹത്തിനോട് ഇത്തരത്തിൽ കാണിച്ചത്. അപ്പോൾ അതായത് CPMൽ നിൽക്കുന്നവർക്ക് നിന്ന് പോകാം. അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശശി തരൂരിൽ നിന്ന് ചാടുന്നോണം കോൺഗ്രസ് വിട്ടു കൊടുക്കുന്നോണം CPM വിട്ടു കൊടുക്കണമെന്നില്ല, കയ്യും കാലും വിട്ടും. അതിൻ്റെ ഒരു ജീവനുള്ള ഒരു രക്തസാക്ഷി തന്നെയല്ലേ സാർ? ഈ 2016-ലും 2021-ലും
സദാനന്ദൻ മാസ്റ്റർ കൂത്തുപറമ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇതിൻ്റെ ഒരു തളരാത്ത ഒരു ആവേശമാണ്. ഇതിനകത്തൂടെ BJP കൊടുത്തിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ പാഠമുണ്ട്. CPMൻ്റെ അക്രമ രാഷ്ട്രീയത്തിനുള്ള ശക്തമായ ഒരു തിരിച്ചടിയാണ്. ആരെങ്കിലും CPMൻ്റെ ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയം മറന്നുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സദാനന്ദൻ മാസ്റ്ററിൻ്റെ ഈ പുതിയ പദവിയിലൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ BJP ഇപ്പോൾ CPMനോടാണ് അതിശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. CPMും ആയിട്ടൊരു ചില ബന്ധങ്ങൾ ഉണ്ടെന്നൊക്കെ പലരും ആരോപിക്കുമ്പോൾ അതിനെയൊക്കെ പാടെ അവഗണിച്ചുകൊണ്ടാണ്, അങ്ങനെയൊന്നുമില്ല, CPM തന്നെ ഞങ്ങളുടെ യഥാർത്ഥ എതിരാളി എന്നുള്ള രീതിയിലാണ് അമിത്ഷാ ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ പ്രസംഗിച്ചതും അതിന് പിന്നാലെ ഈ സദാനന്ദൻ മാസ്റ്റർക്ക് കിട്ടിയിരിക്കുന്ന ഈ പുതിയ പദവിയും. അപ്പോൾ എന്തായാലും ഇതൊരു വലിയ CPMന് ഏറ്റവും വലിയ ഒരു പ്രഹരമാണ്. ഇപ്പം സദാനന്ദൻ മാസ്റ്റർക്ക് രാജ്യസഭാ MP സ്ഥാനം കൊടുത്തത് കൊണ്ടൊന്നും CPMനൊന്നും സംഭവിക്കുന്നില്ല. എല്ലാ പാർട്ടികളിൽ നിന്നും ഒക്കെ ഇതുപോലെ ഉണ്ടാകാറുണ്ട്. വളരെ ജനപ്രീതി നേടിയവരെയൊക്കെ ഇത്തരത്തിൽ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവർക്ക് അസഹിഷ്ണുത ഉണ്ടാകത്തില്ല. പക്ഷേ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തലാണ്. കേരളത്തിൽ CPM എത്രത്തോളം പേരെ ഇല്ലാതാക്കി, രക്തസാക്ഷികളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇരിക്കുന്ന പലരും പോലും ജീവച്ഛവമായിട്ട് പോലും കഴിയുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ CPM ഉണ്ടാക്കിയെടുത്തിട്ടുള്ള CPMൻ്റെ അക്രമ പരമ്പരയിലെ ഒരു കണ്ണിയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഈ സദാനന്ദൻ മാസ്റ്ററിലൂടെ ചെയ്തിരിക്കുന്നത്. ഇത് BJPക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും ഒരു പാഠപുസ്തകമായി മാറുകയാണ് സദാനന്ദൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ജീവിതവും, കാരണം അവിടെ വെച്ച് അദ്ദേഹം പതറിയില്ല, പതറാതെ തന്നെ പാർട്ടിയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ തൻ്റെ അധ്യാപന വൃത്തി തുടരുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോലും കേരളത്തിലെ CPMൻ്റെ അക്രമ രാഷ്ട്രീയം എത്തിക്കുക എന്നുള്ളതാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. പലരുടെയും ധാരണ അങ്ങ് തിരുത്തി കുറിച്ചു. CPMനും BJPക്കും തമ്മിലുള്ള ഒരു ബാന്ധവം ഉണ്ട് എന്നുള്ളത് ഇതോടുകൂടി തിരുത്തി. ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ ഇരുകാലുകളും ഇല്ലാണ്ട് അദ്ദേഹം രാജ്യസഭയിലേക്ക് കടക്കുമ്പോൾ ഇദ്ദേഹം ആരെന്നൊരു ചോദ്യവും ഇദ്ദേഹത്തിന്റെ പിന്നാമ്പുറ കഥകളിലും ഒരുപക്ഷെ രാജ്യത്തിൽ അറിയാത്ത പല ജനങ്ങളും ഉണ്ടെങ്കിൽ അവർ കൂടി അറിയുമ്പോൾ BJPക്ക് ഉണ്ടാകുന്ന ഒരു നേട്ടവും കൂടിയുണ്ട് അല്ലേ? ഇദ്ദേഹം രാജ്യസഭയിൽ ചെല്ലുമ്പോഴേ മറ്റു ചിലരും ഒക്കെ ഉണ്ടല്ലോ, ഇവിടുന്നുള്ള ബ്രിട്ടാസ്, A റഹീം ഒക്കെ ചോദിച്ചാൽ ചൂണ്ടിക്കാണിച്ചാൽ മതി അല്ലേ? അതെ, അല്ല അവർക്കൊക്കെ വലിയൊരു തിരിച്ചടിയാണ് ഈ സദാനന്ദൻ മാസ്റ്ററെ പോലുള്ള. കാരണം അവരുടെ പ്രസ്ഥാനത്തിൽ ഉള്ളവർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെന്തായാലും വിശദീകരണം കൊടുത്തേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതൊരു ചരിത്ര പുസ്തകം തന്നെയാണ്. ആരും ചൊല്ലിപ്പഠിക്കേണ്ട ഒരു പാഠപുസ്തകം തന്നെയായി മാറാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.